നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. യഹൂദന്മാരുടെ കപട ഉപവാസത്തെ അപലപിക്കുകയും ശരിയായ ഉപവാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗമാണിത്. ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥനയിൽ ജാഗരിക്കുന്ന കാര്യമാണ് ഉപവാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത് ഭക്ഷണം വെടിയുന്നത് കൊണ്ടായില്ല. നിങ്ങൾ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നിങ്ങൾ നിമിത്തം ആരെങ്കിലും വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പരിഹാരം വരുത്തുക. അതാണ് ശരിയായ ഉപവാസം എന്നാണ്. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ വസിക്കുക എന്നാണല്ലോ. അപ്പൊ ദൈവത്തോടു കൂടി ആരാണ് വസിക്കുന്നത്? യഹോവയുടെ പർവ്വതത്തിൽ ആരാണ് കയറുന്നത്? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആരാണ് നിൽക്കുന്നത് എന്നുള്ള ചോദ്യം നമുക്ക് യെശയ്യാപ്രവചനത്തിൽ വായിക്കാൻ കഴിയും. അവിടെ വായിക്കുന്നത് വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, സഹോദരനോട് അന്യായം ചെയ്യാത്തവൻ, പലിശ വാങ്ങാത്തവൻ. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിലെ കുറച്ച് ധാർമ്മിക പ്രമാണങ്ങൾ പാലിക്കുന്നതുകൊണ്ടായില്ല, കുറെ അരുതുകൾ അത് വേണ്ടെന്ന് വെക്കുന്നതുകൊണ്ടായില്ല, പുകവലിക്കുകയോ മദ്യപിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ടായില്ല. നാം നിമിത്തം ആരും ദുഃഖിക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും വ്യക്തിക്ക് ഒരു ഭാരമോ പ്രയാസമോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം വരുത്തുക. എന്നിട്ട് വേണം ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ. ഇതാണ് പഴയ നിയമത്തിൽ പറയുന്നത്. എസ്തറിന്റെ കാലത്ത് ഹാമാൻ നിമിത്തം ഇസ്രായേലിനുണ്ടായ ആ ഭീഷണിയിൽ നിന്ന് വിടുതൽ ഉണ്ടാകാൻ എസ്തറും കൂട്ടരും മൊർദെഖായും ഉപവസിച്ചു. അതുപോലെ യോനാ പ്രവാചകൻ മൂലം ന്യായവിധിയെക്കുറിച്ച് അറിഞ്ഞ നിനവെ പട്ടണക്കാർ വിടുതലുണ്ടാകാൻ അവർ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഇസ്രായേലിന് വർഷത്തിൽ ഒരു ദിവസം ഉപവസിക്കണമായിരുന്നു. അത് 7-ാം മാസത്തിലെ മഹാപാപരിഹാര പെരുന്നാളിലായിരുന്നു. അന്ന് ആത്മതപനം ചെയ്യണം എന്നായിരുന്നു കൽപ്പന. യഹൂദന്മാർക്ക് 7 പെരുന്നാളുണ്ട്. പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, ആദ്യബല പെരുന്നാൾ, വാരോത്സവ പെരുന്നാൾ, കാഹള പെരുന്നാൾ, കൂടാര പെരുന്നാൾ. പക്ഷെ ഈ പെരുന്നാളിലൊന്നും ഭക്ഷണം വെടിഞ്ഞ് ഉപവാസത്തിന്റെ ആവശ്യമില്ല. പക്ഷേ മഹാപാപരിഹാര പെരുന്നാളിന് മാത്രമാണ് അത് ആവശ്യമായിരിക്കുന്നത്, ഒരു ദിവസം മാത്രം. പക്ഷെ ബാബേൽ പ്രവാസ കാലത്ത് ഇസ്രായേലിന് ദൈവഭക്തി ഉണ്ടായതിനാൽ അവര് ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കാൻ തയ്യാറായി. പ്രവാസാനന്തരം മടങ്ങി വന്ന അവരത് തുടർന്നു. യോഹന്നാൻ ശിഷ്യന്മാരും യോഹന്നാനും ഉപവസിക്കുന്നവരായിരുന്നു. യേശു സ്നാനാനന്തരം 40 ദിവസം മരുഭൂമിയിൽ ഭക്ഷണം കഴിക്കാതിരുന്നെങ്കിലും ശിഷ്യരോട് ആഴ്ചയിൽ യോഹന്നാൻ ശാപകനും ശിഷ്യന്മാരും ചെയ്യുന്ന പോലെ 2 ദിവസം ഉപവസിക്കണമെന്ന് പറഞ്ഞില്ല. ഒരു ദിവസമെങ്കിലും ആഴ്ചയിൽ ഉപവസിക്കണം എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടില്ല. യോഹന്നാന് ശിഷ്യന്മാർ ഉപവസിക്കുകയും യേശുവിന് ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു വിവാദമായിട്ടുണ്ട്. അവർ അത് വന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ യേശു പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ സാധിക്കുകയില്ല. മണവാളൻ അവരെ വിട്ടുപിരിയുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. അത് ദൈവം മനുഷ്യനായ യേശുവിനോടൊത്താണ് അപ്പോസ്തലന്മാർ കഴിയുന്നത്. അത് ഉപവാസമല്ലേ? ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നാണ്. അവർ ദൈവത്തോടു കൂടെ വസിക്കുകയാണ്. എന്നാൽ ഞാൻ വിട്ടുപോകുന്ന കാലത്ത് ഉപവസിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കുരിശുമരണത്തോടുകൂടെ അടക്കത്തോടുകൂടെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയുന്ന കാലത്ത്, അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ അവര് ഭക്ഷണം കഴിക്കത്തില്ല. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ യേശു സ്വർഗാരോഹണം ചെയ്ത ശേഷം പിന്നെ ശിഷ്യന്മാർക്കെന്നും ഉപവാസമായിരിക്കും, അവർ ഭക്ഷണം കഴിക്കില്ലെന്നുള്ളതല്ല. ദൈവമായ ഞാൻ അവരോട് കൂടെ ഉണ്ട്, കൂടെ വസിക്കുക, അതാണ് ഉപവാസം.
എന്നാൽ ഞാൻ അവരെ വിട്ടുപിരിയുന്ന ആ സമയത്ത് അവര് നിരാശയോടുകൂടെ ചില ദിവസങ്ങൾ ഭക്ഷണം മറന്ന് അല്ലെങ്കിൽ ഭക്ഷണം വെടിഞ്ഞ് ദുഃഖിച്ച് ഇരിക്കാനിടയാകും എന്നാണ് യേശു പറഞ്ഞത്. അല്ലാതെ സഭ ഇങ്ങനെ ഒരു ചടങ്ങായിട്ട് ഉപവാസം നടത്തണമെന്നല്ല. യേശു ശിഷ്യന്മാർ ഉപവസിക്കാതിരുന്നത് ആ ചടങ്ങിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ജനങ്ങളിൽ നിന്ന് സാത്താൻ വിട്ടുപോകാൻ ഉപവാസത്താലുള്ള പ്രാർത്ഥന ആവശ്യമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അന്ത്യോക്യ സഭ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് പൗലോസും ബർന്നബാസും വിദേശ മിഷണറി യാത്രയ്ക്കായി വിളിക്കപ്പെട്ടത്. ഇന്ന് ചില സഭാവിഭാഗങ്ങൾ ആഴ്ചയിൽ 1 നിർബന്ധമായിട്ട് ഉപവാസം നടത്താറുണ്ട്. ചിലർ പരസ്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരാഴ്ചയോ അല്ലെങ്കിൽ 3 ആഴ്ച 21 ദിവസമോ അല്ലെങ്കിൽ 40 ദിവസമോ ഒക്കെ ഉപവാസം നടത്താറുണ്ട്. നല്ല കാര്യം. പക്ഷേ ബൈബിളിലെ ലേഖനങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ സഭയായിട്ട് അല്ലെങ്കിൽ കുടുംബമായിട്ട് അല്ലെങ്കിൽ വ്യക്തികളായിട്ട് ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതൊരു അത്യാവശ്യമാണ് എന്ന് കൽപ്പിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെ പ്രമാണിപ്പാൻ ഉപദേശിപ്പിന്നാണ് അപ്പോസ്തലന്മാർ ആചരിച്ചത്. അവൻ്റെ വാക്ക് കൈക്കൊണ്ട് സ്നാനമേറ്റ് 3000 പേർ അവരോട് ചേർന്ന് അവർ അപ്പോസ്തലരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ അയച്ച് അപ്പം നോക്കിയും പ്രാർത്ഥന കഴിച്ചും പോകും. അല്ലാതെ അവർ ഉപവസിച്ചു എന്ന് ആ ഭാഗത്തില്ല. അപ്പോസ്തലന്മാർ ഒരാളുടെ ഏറ്റവും വലിയ ഭക്തർ. അവർ പറഞ്ഞത് ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഇട്ടിരിക്കും, അല്ലാതെ ഞങ്ങൾ ഉപവാസത്തിൽ ഇരിക്കും എന്ന് അല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. വ്യക്തിപരമായോ കുടുംബമായോ സഭയായോ ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ അത് കപടഭക്തിക്ക് കാരണമായി തീരാനിടയാകരുത്. കർത്താവ് ആ കപടഭക്തിയാണ് ഇവിടെ ശാസിക്കുന്നത്. യേശു പറയുന്നത്, നീ ഉപവസിക്കുന്നോ, ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥിക്കുന്നോ, നല്ല കാര്യം. പക്ഷേ നിന്റെ മുഖം വിരൂപമാക്കി ഞാൻ ഉപവാസമാണെന്ന് ആളുകളോട് പറഞ്ഞ് അതൊരു കപടഭക്തിയായി തീരാനിടയായാൽ അതിന് ശിക്ഷയാണ്. കപടഭക്തിക്കാർക്ക് അയ്യോ കഷ്ടമെന്നാണ് യേശു പറഞ്ഞത്. അതുകൊണ്ട് നിന്റെ ഉപവാസം ആരും അറിയാതെ രഹസ്യമായിരിക്കുക എന്നാണ് യേശു പറഞ്ഞത്. അങ്ങനെ യേശു കൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.